നമ്മൾ സംസാരിക്കുന്നത് ഇംഗ്ലീഷ് സ്പീക്കിംഗ് എങ്ങനെ ഈസി ആക്കാം എന്ന ടോപ്പിക്കിനെ കുറിച്ചാണ്. അപ്പോൾ ഒട്ടും വൈകാതെ തന്നെ നമുക്ക് ടോപ്പിക്കിലേക്ക് കിടക്കാം. ഓക്കെ, അപ്പം ഇംഗ്ലീഷ് എന്ന ടോപ്പിക്ക് അല്ലെങ്കിൽ ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ സ്കില്ല് വളരെ ടഫാണ് എന്ന തെറ്റിദ്ധാരണയാണ് നമ്മളിൽ പലർക്കും. അപ്പം ആ തെറ്റിദ്ധാരണ എങ്ങനെ മാറ്റിയെടുത്ത് എങ്ങനെ നിങ്ങളുടെ ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഈസി ആക്കാം എന്ന ടോപ്പിക്കിനെ കുറിച്ചാണ് ഞാൻ നിങ്ങളോട് ഇപ്പോൾ പറയാൻ പോകുന്നത്. ഓക്കെ, അപ്പം ഇത് എൻ്റെ ഒരു എക്സ്പീരിയൻസും ഞാൻ ഷെയർ ചെയ്യുന്നുണ്ട്. കാരണം ഞാൻ ഒരു മലയാളം മീഡിയത്തിലാണ് പഠിച്ചുകൊണ്ടിരുന്നതും. അപ്പോൾ ഞാനിപ്പം അയർലൻഡിൽ നഴ്സായിട്ട് വർക്ക് ചെയ്യുകയാണ്. അപ്പം എങ്ങനെയാണ് എൻ്റെ ലിസണിങ് സ്കിൽ അല്ലെങ്കിൽ എൻ്റെ സ്പീക്കിംഗ് സ്കിൽ ഇമ്പ്രൂവ് ചെയ്ത് അപ്പോൾ ആ ഒരു സ്ട്രാറ്റജി മെത്തേഡ് ഞാൻ ഫോളോ ചെയ്ത കാര്യങ്ങളൊക്കെയാണ് ഞാൻ നിങ്ങളോട് ഇന്ന് പറയാൻ പോകുന്നത്. അപ്പം എനിക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നിയ ആ ടിപ്സൊക്കെയാണ് നിങ്ങൾക്കും ഞാനിപ്പോൾ പറഞ്ഞു തരാൻ പോകുന്നത്. അപ്പം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണുക, നിങ്ങൾക്കും പ്രയോജനപ്പെടും എന്ന് ഞാനിത് വിശ്വസിക്കുന്നു. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് പറയാനുള്ളത് ഡോണ്ട് ബി പാനിക്. ഇത് വളരെ കടുകട്ടിയായൊരു ടോപ്പിക്കാണ്. അല്ലെങ്കിൽ ഇംഗ്ലീഷ് എനിക്ക് പഠിക്കാൻ പറ്റില്ല, ഇംഗ്ലീഷ് എനിക്ക് പാടാണ്, എനിക്ക് കറക്റ്റായിട്ട് സംസാരിക്കാൻ അറിയില്ല, എനിക്കത് പഠിക്കാൻ പറ്റുമോ അറിയില്ല, അങ്ങനെയുള്ള കാര്യങ്ങൾ മാറ്റിവെച്ച് നമ്മൾക്ക് തന്നെ ഒരു സെൽഫ് കോൺഫിഡൻസ് ബിൽഡപ്പ് ചെയ്യുക എന്നുള്ളതാണ് ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ചെയ്യേണ്ടത്. ഓക്കെ, സെക്കൻഡ്ലി നമ്മൾ റീഡ്, റൈറ്റ്, ലിസൺ, സ്പീക്ക് എന്ന സ്ട്രാറ്റജിയാണ് ഞാൻ ഫോളോ ചെയ്തത്. എൻ്റെ OET സ്പീക്കിംഗ് സ്കിൽ അല്ലെങ്കിൽ OET മൊഡ്യൂൾ സ്കില്ല് ഇമ്പ്രൂവ് ചെയ്യാനും പിന്നെ എൻ്റെ കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഇമ്പ്രൂവ് ചെയ്യാനും ഞാൻ യൂസ് ചെയ്ത സ്ട്രാറ്റജി അതാണ്. അപ്പം നമ്മുടെ മലയാളം തന്നെ നമുക്ക് എടുക്കാം. അപ്പോൾ നമ്മൾ മലയാളം പഠിച്ച് നമ്മൾ വായിച്ച് എഴുതി പറയുന്നത് കേട്ട് ആണ് നമ്മൾ സംസാരിക്കുന്നത് എപ്പോഴും. അപ്പോൾ ആ ഒരു ഇതാണ് സ്ട്രാറ്റജിയാണ് ഞാൻ ഇതിലേക്കും ഫോളോ ചെയ്തത്. അപ്പം ഇംഗ്ലീഷ് പഠിക്കാനായിട്ട് ഞാൻ ഇംഗ്ലീഷ് ബുക്സൊക്കെ ധാരാളം വായിച്ചു. ബുക്സ്, നോവൽസ്, പിന്നെ മെയിനായിട്ട് ഹിന്ദു ന്യൂസ് പേപ്പർ, അതിൻ്റെ എഡിറ്റോറിയലൊക്കെ ഞാൻ വായിച്ചിരുന്നു. അപ്പോൾ എന്നിട്ട് എനിക്ക് അറിയത്തില്ലാത്ത വേർഡ്സൊക്കെ ഞാനൊരു ഡയറിയിൽ എഴുതി വെച്ച് അതിൻ്റെ മീനിങ്സൊക്കെ കണ്ടുപിടിച്ച് അത് ഞാൻ എഴുതുമ്പോൾ അല്ലെങ്കിൽ റൈറ്റിംഗ് മൊഡ്യൂളിലോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ എഴുതുമ്പോൾ ഞാൻ ആ ഒരു വേർഡ്സ് അതിലേക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ മാക്സിമം ഞാൻ ട്രൈ ചെയ്യുമായിരുന്നു. അപ്പോൾ അങ്ങനെ ട്രൈ ചെയ്തപ്പം അത് ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ ബ്രെയിനിൽ സ്റ്റോർ ആവും. നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം വായിച്ചെഴുതി പഠിക്കുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ ബ്രെയിൻ അത് സ്റ്റോർ ചെയ്ത് വെക്കും. അപ്പോൾ ആ ഒരു വേർഡ്സ് നമ്മൾ എന്തെങ്കിലും പറയുമ്പോൾ അല്ലെങ്കിൽ നമുക്ക് ആ ഒരു വേർഡ്സ് നമ്മൾ എന്തെങ്കിലും ഓഡിയോ വീഡിയോ നമ്മൾ കേൾക്കുമ്പോൾ നമുക്കത് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് മനസ്സിലാവും, ഓക്കെ, എനിക്കിത് ഇന്ന ഒരു സിറ്റുവേഷനിലും യൂസ് ചെയ്യാം അല്ലെങ്കിൽ എനിക്കിത് ഇന്ന രീതിയിലും യൂസ് ചെയ്യാം എന്നുള്ളൊരു കാര്യം നമുക്ക് അന്നേരം മനസ്സിലാവും. അത് കഴിഞ്ഞ് നമ്മളത് നമ്മുടേതായ രീതിയിൽ നമ്മളത് യൂസ് ചെയ്ത് നമ്മൾ സംസാരിക്കുക. അങ്ങനെയാണ് ആ ഒരു ടെക്നിക്കാണ് ഞാൻ ഫോളോ ചെയ്തത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്കും റീഡിംഗ് ഹാബിറ്റ്സ് ഇല്ലെങ്കിൽ നിങ്ങളത് ഇന്ന് തന്നെ കൾട്ടിവേറ്റ് ചെയ്തെടുക്കുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്കും ഇത് ആ ടെർമിനോളജിയൊക്കെ നമുക്ക് എഴുതുമ്പോൾ യൂസ് ചെയ്യാം. അങ്ങനെ എഴുതുന്നത് നമ്മളത് കേൾക്കുമ്പോൾ വീണ്ടും നമുക്കത് ഹെൽപ്ഫുൾ ആവും. പിന്നീട് നമുക്കത് സ്പീക്കിങ്ങിലേക്കും ഈസി ആവും. പിന്നെ അടുത്തതെന്ന് പറയുന്നത് നമുക്കിപ്പം ഓക്കെ, എനിക്ക് കുറച്ചും കൂടി ഇംഗ്ലീഷ് അറിയത്തുള്ളൂ, അതുകൊണ്ട് ഞാനത്ര ഫ്ലുവൻ്റ് അല്ല, അതുകൊണ്ട് എനിക്ക് ഇംഗ്ലീഷ് സ്പീക്കിങ് പാടായിരിക്കും എന്നൊന്നും നമ്മൾ വിചാരിക്കേണ്ട ആവശ്യമില്ല. കാരണം ഫ്ലുവൻസി എന്ന് പറയുന്നത് ഒരിക്കലും ഒരു പെർഫെക്ഷൻ്റെ സിമ്പിൾ അല്ല. ഓക്കെ, നമുക്ക് ഫ്ലുവൻ്റ് ആണെങ്കിൽ പോലും നമുക്ക് ചിലപ്പോൾ തെറ്റ് പറ്റിയെന്നിരിക്കും. അപ്പോൾ നമുക്ക് മിസ്റ്റേക്സ് വരും എന്നോർത്തുകൊണ്ട് ഞാനൊരു പെർഫെക്റ്റ് ഇംഗ്ലീഷ് പഠിച്ചിട്ടോ ഞാൻ സ്പീക്ക് ചെയ്യുന്നുള്ളൂ എന്ന് വിചാരിച്ചിരുന്നാൽ നമ്മളൊരിക്കലും ഇംഗ്ലീഷ് സംസാരിക്കാൻ പോകുന്നില്ല. അതേസമയം ഓക്കെ, എനിക്കറിയാമെന്ന് വെച്ച് ഞാൻ പതിയെ സംസാരിക്കും എന്നൊരു കറേജ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ തന്നെ നിങ്ങൾ പകുതി ലെവലെത്തിയെന്ന് ഞാൻ പറയും. ഓക്കെ, അപ്പം അടുത്തതായിട്ട് നമുക്ക് എന്തെങ്കിലും പോഡ്കാസ്റ്റ് അല്ലെങ്കിൽ എന്തെങ്കിലും ന്യൂസ് ചാനൽസ് അല്ലെ പല ആക്സെൻറ്റിലുള്ള നമ്മുടെ ബ്രിട്ടീഷ് ഇംഗ്ലീഷ്, UK ഇംഗ്ലീഷ്, അമേരിക്കൻ ആക്സെൻറ്റ്, അങ്ങനെ പല ആക്സെൻറ്റിലുള്ള ഇംഗ്ലീഷ് ഓഡിയോസ് നമ്മൾ കേൾക്കുക. അപ്പോൾ ഞാൻ മെയിനായിട്ട് പല ന്യൂസ് ചാനൽസൊക്കെ കേൾക്കുമായിരുന്നു, പല ആക്സെൻറ്റിലുള്ള ന്യൂസ്. പിന്നെ അതുപോലെ തന്നെ മെഡിക്കൽ ഫീൽഡിലായതുകൊണ്ട് ഞാൻ മെഡിക്കൽ ടെർമിനോളജിയൊക്കെ കൂടുതൽ യൂസ്ഫുൾ ആകാൻ എനിക്കതിൻ്റെ ആ പ്രൊണൗൺസിയേഷനൊക്കെ ഒന്ന് കിട്ടാനായിട്ട് ഞാൻ മെഡിക്കൽ രീതിയിലുള്ള പോഡ്കാസ്റ്റുകൾ കേൾക്കുമായിരുന്നു. അപ്പം അതൊക്കെ എനിക്ക് വളരെ യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ട്. അപ്പോൾ മെഡിക്കൽ ഇങ്ങനെ നമ്മൾ ഓഡിയോ ലിസൺ ചെയ്യുമ്പോൾ നമ്മൾ അതിൻ്റെ സബ് ടൈറ്റിൽ നമ്മൾ ഒത്തിരി ആദ്യത്തെ പ്രാവശ്യം കേൾക്കുമ്പോൾ നമുക്ക് ഓക്കെ സബ് ടൈറ്റിൽ വെച്ച് കേൾക്കാം. പക്ഷേ പിന്നീട് അത് കേൾക്കുമ്പോൾ നമുക്ക് ജസ്റ്റ് ഹെഡ്സെറ്റ് മാത്രം കണക്ട് ചെയ്തിട്ട് നമുക്കത് കേൾക്കാം. നമ്മൾ ഒരിക്കലും അതിൻ്റെ സബ് ടൈറ്റിൽ ഇങ്ങനെ നോക്കിയിരിക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, കണ്ണടച്ചിരുന്ന് അത് അല്ലെങ്കിൽ ഹെഡ്സെറ്റും എല്ലാം വെച്ച് നമ്മൾ ജസ്റ്റ് അത് കേട്ടോണ്ടിരിക്കുക. അങ്ങനെ റിപ്പീറ്റായിട്ട് കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും, ഓക്കെ, ഇതാണ് ഇന്ന വേർഡ്സ് ഇങ്ങനെ പ്രൊനൗൺസ് ചെയ്യാം അല്ലെങ്കിൽ ഇന്നത് ഇങ്ങനെ പ്രൊനൗൺസ് ചെയ്യാം. അങ്ങനെ പല ആക്സെൻറ്റിൽ പല രീതിയിലായിരിക്കും സെയിം വേർഡ് തന്നെ പ്രൊനൗൺസ് ചെയ്യുന്നത്. അപ്പോൾ അത് നമുക്കപ്പം ക്യാച്ചപ്പ് ചെയ്യാൻ വളരെ ഈസി ആയിട്ട് തോന്നും. ഓക്കെ, പിന്നെ അടുത്തതെന്ന് പറഞ്ഞാൽ ന്യൂസ് ചാനൽസിലും പല രീതിയിലുള്ള പല നേറ്റീവ് സ്പീക്കേഴ്സ് കാണും. അപ്പോൾ അവരുടെ ആക്സെൻറ്റ് നമുക്ക് മനസ്സിലാകാനും അവരുടെ വേ ഓഫ് ടോക്കിംഗ് മനസ്സിലാകാനും ന്യൂസൊക്കെ കേൾക്കുന്നത് വളരെ നല്ലതായിരിക്കും. പിന്നെ അതുപോലെ തന്നെ നമ്മൾ അന്നേരം കേൾക്കുന്ന എന്തെങ്കിലും പുതിയ ടേംസ് അല്ലെങ്കിൽ ഇഡിയംസ് നമ്മൾ പറയില്ലേ പഴഞ്ചൊല്ല് പോലെ, അപ്പോൾ അങ്ങനത്തെ എന്തെങ്കിലും ടേംസ് നമുക്ക് കിട്ടുവാണെങ്കിൽ നമ്മളത് എഴുതി വെക്കുക. എന്നിട്ട് അതിൻ്റെ മീനിങ്സ് അല്ലെങ്കിൽ അത് ഏതൊരു സിറ്റുവേഷനിലാണ് യൂസ് ചെയ്യാൻ പറ്റുന്നത് നോക്കുക. എന്നിട്ട് അത് നമ്മളോട് തന്നെ ആ ഒരു ഇതിൽ നമ്മൾ പറയുക. ഓക്കെ, ഇപ്പം നിങ്ങൾക്ക് ഇപ്പം വേറെ ആരും സംസാരിക്കാനില്ലെങ്കിൽ നിങ്ങൾക്കൊരു മിററിൽ നോക്കി നിങ്ങളോട് തന്നെ നമുക്ക് സംസാരിക്കാം. ഓക്കെ, ടോക്ക് ടു യുവർ സെൽഫ്, ദാറ്റ് ഇസ് ദ ഫസ്റ്റ്
സ്ട്രാറ്റജി. ഓക്കെ, അപ്പം നമ്മളോട് തന്നെ സംസാരിക്കും. ഇപ്പോൾ പ്രത്യേകിച്ച് ഒന്നും സംസാരിക്കാനില്ലെങ്കിൽ നിങ്ങളെക്കുറിച്ച് തന്നെ സംസാരിക്കുക. നിങ്ങളെന്താണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ നമുക്ക് ജസ്റ്റ് എന്തെങ്കിലും ഇമാജിനറി ക്വസ്റ്റ്യൻസ് നമുക്ക് ബിൽഡപ്പ് ചെയ്യാം. ഇപ്പം വാട്ട് ആം ഐ ഡൂയിങ് നൗ, ഞാനിപ്പോൾ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ ഞാനിപ്പോൾ നെക്സ്റ്റ് എന്താണ് ചെയ്യാൻ പോകുന്നത്, അല്ലെങ്കിൽ ഇന്നലെ ഞാൻ എവിടെയായിരുന്നു, അല്ലെങ്കിൽ ഇത്രയും ദിവസമുള്ള എൻ്റെ ഡേറ്റ്, ഇവിടെ ലൈഫ്, അല്ലെങ്കിൽ എങ്ങനെയുണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഓർത്തെടുത്ത് നമ്മളത് സംസാരിച്ച് ട്രൈ ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഇഡിയംസ് അല്ലെങ്കിൽ ഈ ന്യൂ വേർഡ്സ് ഒക്കെ നമുക്കതിൽ ആഡ് ഓൺ ചെയ്യാവുന്നതാണ്. പിന്നെ ഒരിതെന്ന് പറഞ്ഞാൽ നമ്മളെപ്പോഴും ആദ്യം സംസാരിച്ച് തുടങ്ങുമ്പോൾ ഭയങ്കര കോംപ്ലക്സ് ആയിട്ടുള്ള വേർഡ്സൊക്കെ ആഡ് ചെയ്ത് ആദ്യം സംസാരിക്കണമെന്നില്ല. എപ്പോഴും ഷോർട്ട് കൺസൈസ് ആയിട്ട് സംസാരിക്കുന്നതാണ് എപ്പോഴും നമ്മുടെ മെസ്സേജ് ഈസി ആയിട്ട് ഡെലിവർ ചെയ്യാൻ ഏറ്റവും നല്ല ടിപ്പ്. ഒത്തിരി വലിച്ച് നീട്ടി കുറുക്കി നമ്മൾ സംസാരിക്കുകയല്ലോ മലയാളമാണെങ്കിൽ. അപ്പോൾ പെട്ടെന്ന് എന്ത് ചെയ്യുകയാണ്, ഞാൻ ഇന്ന കാര്യം ചെയ്യുകയാണ്, അല്ലാതെ ഞാനിപ്പോൾ ഇന്നത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്ന് പറയുന്നതിനേക്കാളും നീ ഇപ്പോൾ എന്ത് ചെയ്യുകയാണ്, ഞാനിപ്പോൾ പഠിക്കുകയാണ് എന്ന് പറയുന്നതാണ് കൂടുതൽ. നമ്മൾ മലയാളത്തിലാണെങ്കിലും പറയുമ്പോൾ അതാണ് കൂടുതൽ ആശയവിനിമയം നടത്താൻ നമുക്ക് ഹെൽപ്ഫുൾ ആയിട്ട് ഉള്ളത്. അതുകൊണ്ട് തന്നെ യൂസ് സിമ്പിൾ ഷോർട്ട് സെൻറ്റൻസ്. പിന്നെ ഒരിക്കലും ഫ്ലുവൻസി ഈസ് നോട്ട് ഈക്വൽ ടു പെർഫെക്ഷൻ. അത് പെർഫെക്ഷൻ ആണെന്ന് ഒരിക്കലും ചിന്തിക്കരുത്. പിന്നെ മിസ്റ്റേക്സ് വിൽ ഹാപ്പൻ, അത് ഇറ്റ്സ് ക്വൈറ്റ് നോർമൽ. അതുകൊണ്ട് അത് മിസ്റ്റേക്സ് പറ്റുമെന്ന് ഓർത്തോണ്ട് നമ്മൾ എന്താണ് സംസാരിക്കാതിരിക്കുന്നത്. നമുക്ക് എപ്പോഴും നമുക്കൊരു ലാംഗ്വേജ് പഠിക്കണമെങ്കിൽ നമ്മൾ തന്നെ എഫേർട്ട് എടുത്ത് നമ്മൾ സംസാരിക്കണം. എങ്കിലേ നമുക്ക് ആ ഒരു ലാംഗ്വേജ് സ്കില്ല് അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിക്കേഷൻ സ്കില്ല് നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പോൾ തന്നെ മലയാളമാണെങ്കിൽ നമ്മളത് പറയുന്നത് കേട്ട് നമ്മുടെ പേരൻസ് അല്ലെങ്കിൽ നമ്മുടെ സിബ്ലിങ്സ് അത് പറയുന്നത് കേട്ട് നമ്മൾ അത് പറയുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയാണ് നമ്മളത് പഠിച്ചത്. അപ്പോൾ നമ്മളത് ഒരിക്കലും തെറ്റും എന്ന് ഓർത്ത് നമ്മൾ പറയാതിരുന്ന ഒരിക്കലും നമ്മൾ പഠിക്കുകയില്ല. അപ്പം മാക്സിമം നമ്മളോട് തന്നെ അല്ലെങ്കിൽ ഒരു മിററിൽ നോക്കി സംസാരിക്കുക. അതല്ലെങ്കിൽ ഷാഡോയിങ് ടെക്നിക്ക്, അതും ഞാൻ ഒരു പഠിക്കാനായിട്ട് യൂസ് ചെയ്ത ടെക്നിക്ക്. അതെനിക്ക് വളരെ പവർഫുൾ ആയിട്ട് തന്നെ തോന്നി. കാരണം അത് നമ്മുടെ കോൺഫിഡൻസ്, സെൽഫ് കോൺഫിഡൻസ്, പ്രൊണൗൺസിയേഷനൊക്കെ വളരെ അധികമായിട്ട് ഇമ്പ്രൂവ് ചെയ്യുന്നതായിട്ട് എനിക്ക് തോന്നി. അതായത് ഒരു പോഡ്കാസ്റ്റ് അല്ലെങ്കിൽ ഒരു ഓഡിയോ, ഷോർട്ട് ഇംഗ്ലീഷ് ഓഡിയോ എടുത്ത് നമ്മളത് കേൾക്കുക. ആദ്യം കേൾക്കുമ്പോൾ നമ്മൾ സബ് ടൈറ്റിൽ നോക്കി കേൾക്കുക. പിന്നീട് അത് സബ് ടൈറ്റിലൊന്നും ഇല്ലാതെ ജസ്റ്റ് അത് കേട്ടോണ്ടിരിക്കുക. അത് കഴിഞ്ഞ് നമ്മളത് ആ സ്പീക്കറിനൊപ്പം നമ്മളത് റിപ്പീറ്റ് ചെയ്യാൻ ട്രൈ ചെയ്യുക. അങ്ങനെ 2-3 പ്രാവശ്യം ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ പ്രൊണൗൺസിയേഷൻ, നമുക്ക് ആ ആക്സെൻറ്റ് നമുക്ക് ക്ലിയർ ആവും. അപ്പം അവരുടെ വേ ഓഫ് സ്പീക്കിംഗ് നമുക്ക് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റും. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറ്റും. അതായത് നേറ്റീവ് സ്പീക്കേഴ്സിനെ നമ്മൾ ഷാഡോ ചെയ്യുക. ഇപ്പം നമ്മൾ അവരെങ്ങനെയാണ് പല കാര്യങ്ങൾ, ഇപ്പം ഒരു വേർഡ്സ് തന്നെ പല സിറ്റുവേഷനിൽ പല രീതിയിൽ നമുക്കത് യൂസ് ചെയ്യാൻ പറ്റുമായിരിക്കും. അപ്പോൾ അത് അവരെങ്ങനെയാണ് യൂസ് ചെയ്യുന്നത്, നമ്മൾ അവർ സംസാരിക്കുന്നത് നോക്കി പഠിച്ച് പുതിയ വേർഡ്സൊക്കെ അവരിൽ നിന്ന് മനസ്സിലാക്കി അത് നമ്മുടെ ഇതിൽ ഇപ്പം ഒരു ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഇൻഫോം എന്ന് പറയുന്ന അല്ലെങ്കിൽ അതെന്ന് പറയുന്നൊരു കോമൺ വേർഡാണ് ഇൻഫോം. നമ്മളവരെ ഇൻഫോം ചെയ്ത് നമ്മളവരെ അറിയിച്ചു. അപ്പോൾ അതിൻ്റെ വേറൊരു ഇതാണ് നോട്ടിഫൈ. നമ്മളവരെ അറിയിച്ചു എന്നുള്ളതിൻ്റെ ഒരു കുറച്ചുകൂടെ ഒരു കൂടിയ ടേമാണ് നോട്ടിഫൈ നമുക്ക് വേണേൽ പറയാം. അപ്പോൾ അങ്ങനെ നമ്മൾ പുതിയ ടേംസ് നമുക്കിങ്ങനെ കിട്ടുമ്പോൾ നമ്മളത് മാക്സിമം ഇനി അടുത്ത പ്രാവശ്യം ഞാൻ സംസാരിക്കുമ്പോൾ ഞാൻ ഇൻഫോം എന്നുള്ള വാക്ക് ഓൾറെഡി എനിക്കറിയാം. അപ്പോൾ ഞാൻ അടുത്തത് നോട്ടിഫൈ എന്നുള്ള കാര്യമായിരിക്കും ഞാനത് യൂസ് ചെയ്യുന്നത്. അല്ലെങ്കിൽ ഞാൻ എഴുതുമ്പോൾ ഞാനതായിരിക്കും യൂസ് ചെയ്യുന്നത്. കാരണം എനിക്കത് ആ വാക്ക് എൻ്റെ ബ്രെയിനിൽ എനിക്ക് സ്റ്റോർ ചെയ്യണം. അപ്പോൾ നമ്മൾ ആ ഒരു രീതിയിൽ നമുക്ക് പുതിയൊരു വേർഡ്സ്, ഇപ്പോൾ നമുക്കൊരു നേറ്റീവ് സ്പീക്കറിൻ്റെ കയ്യിൽ നിന്ന് കിട്ടുമ്പോൾ നമ്മൾ ആ ഒരു വേർഡ്സ് മാക്സിമം എവിടെയൊക്കെ യൂസ് ചെയ്യാം അങ്ങനെ യൂസ് ചെയ്ത്, അല്ലെങ്കിൽ ഇഡിയംസ് എവിടെയൊക്കെ യൂസ് ചെയ്യാം അങ്ങനെ യൂസ് ചെയ്ത് നമ്മൾ പറഞ്ഞ് നമുക്ക് ഇംഗ്ലീഷ് സ്പീക്കിംഗ് സ്കില്ല് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ അടുത്തതെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഞാൻ പിന്നെ പഠിക്കാനായിട്ട് ഞാൻ കൂടുതൽ യൂസ് ചെയ്ത ഇംഗ്ലീഷ് സോങ്സ് എന്ന് പറയുമ്പോൾ ചില സോങ്സ് എനിക്കറിയത്തില്ല, നിങ്ങൾക്കറിയാം ലിലി വാസ് എ ലിറ്റിൽ ഗേൾ എന്നൊരു ചില സോങ്ങുകളൊക്കെ ഉണ്ട്. അപ്പം അങ്ങനെ ഇംഗ്ലീഷ് സോങ്സ് ഞാനിങ്ങനെ കേൾക്കുമായിരുന്നു. അപ്പോൾ അത് ഞാൻ കേൾക്കുമ്പോഴെന്ന് പറഞ്ഞാൽ സബ് ടൈറ്റിൽ ഇല്ലാതെ ഞാനത് കുറേ പ്രാവശ്യം കേട്ട് എനിക്കതിൻ്റെ ലിറിക്സ് മനസ്സിലാവും. അപ്പോൾ അങ്ങനെ നമുക്കത് ഇംഗ്ലീഷ് സോങ്സിൻ്റെ പെട്ടെന്ന് നമുക്ക് മനസ്സിലാവുകയാണെങ്കിൽ നമുക്ക് ബാക്കിയുള്ള എല്ലാ പോഡ്കാസ്റ്റ് അല്ലെങ്കിൽ ഓഡിയോസ് എല്ലാം പെട്ടെന്ന് നമുക്ക് ക്യാച്ചപ്പ് ചെയ്യാൻ പറ്റും. അപ്പം നമ്മളിപ്പം ഈ ഇൻസ്റ്റയിൽ റീൽസൊക്കെ കണ്ട് സമയം മതി നമുക്കിപ്പോൾ അതൊക്കെ കേട്ടോണ്ടിരിക്കുക. അല്ലെങ്കിൽ ചുമ്മാ നമ്മൾ ഇടയ്ക്ക് ഇങ്ങനെ പാട്ട് ചുമ്മാ സിനിമയൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്തൊക്കെ നമുക്ക് ജസ്റ്റ് നമ്മുടെ ഇയർഫോണൊക്കെ പ്ലഗിൻ ചെയ്ത് നമുക്ക് ജസ്റ്റ് ആദ്യം കേൾക്കുമ്പോൾ നമ്മളത്ര കേട്ട് യൂസ്ഡ് ആകത്തോണ്ട് നമുക്ക് ഇംഗ്ലീഷ് സോങ്സ് ഒന്നും വലിയ ഇഷ്ടപ്പെടുകയില്ല. പക്ഷേ നമ്മുടെ ആവശ്യത്തിനാണ് നമ്മൾ എഫോർട്ട് ഇടണം എന്നൊരു ഒരു ദൃഢനിശ്ചയം ഉണ്ടെങ്കിൽ, അത് കൺസിസ്റ്റൻ്റ് ആയിട്ട് നിങ്ങൾ ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് അതൊരു വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ടിപ്പായിരിക്കും. കാരണം എനിക്കത് ഒത്തിരി യൂസ്ഫുള്ളായി, അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. പിന്നെ എന്താ പറയുക, ഇതൊക്കെ തന്നെ മെയിനായിട്ട് സെൽഫ് കോൺഫിഡൻസ് വേണം. പിന്നെ തെറ്റും ഇവരെന്ത് വിചാരിക്കും, ഇവരെന്നെ കളിയാക്കുമോ, അല്ലെങ്കിൽ അങ്ങനെയൊന്നും ഓർത്ത് നമ്മൾ സ്പീക്ക് ചെയ്യാതിരിക്കേണ്ട ആവശ്യമില്ല. പിന്നെ ഇപ്പോൾ നമ്മളൊരു ബിഗിനർ ആണെങ്കിൽ ഓഫ് കോഴ്സ് നമുക്കൊരു ഗ്രാമർ ക്ലാസ്സിലൊക്കെ പോയി
കുറച്ച് ഗ്രാമർ, ബേസിക് ഇംഗ്ലീഷ് ഗ്രാമറൊക്കെ പഠിച്ചിരിക്കാനുള്ള വളരെ നല്ലൊരു കാര്യമാണ്. പക്ഷേ ഒരിക്കലും നമ്മളിപ്പം ഒരു കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ സംസാരിക്കുമ്പോൾ ഓക്കെ ഇത് എൻ്റെ ഗ്രാമർ ഇങ്ങനെ പറഞ്ഞാൽ തെറ്റുമോ, അല്ലെങ്കിൽ ഒരിക്കലും ഗ്രാമർ റൂൾ വെച്ച് നമ്മൾ സംസാരിക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, നമുക്ക് ഡെലിവർ ചെയ്യാനുള്ള മെസ്സേജ് എന്താണോ അത് നമ്മൾ ഡെലിവർ ചെയ്യുക വളരെ ഷോർട്ട് ആൻഡ് കൺസൈസ് മാനറിൽ. അല്ലാതെ ഓക്കെ ഇങ്ങനെ പറഞ്ഞാൽ അതിൻ്റെ ഗ്രാമർ അങ്ങനെയായിരിക്കും, അങ്ങനെ നമ്മൾ അച്ചടി ഭാഷയിൽ നമ്മൾ സംസാരിക്കാറില്ല. അച്ചടി ഭാഷയിലല്ല നമ്മൾ ഇംഗ്ലീഷിലും സംസാരിക്കുക. നമുക്ക് എന്താണ് പറയാനുള്ളത് അത് നമ്മൾ വളരെ പ്രിസൈസ് ആയിട്ട് പറയുക. അതാണ് നമുക്ക് ഏറ്റവും ഇതായിട്ട് വേണ്ട ക്വാളിറ്റി എന്ന് പറയുന്നത്. പിന്നെ സെൽഫ് കോൺഫിഡൻസ്, പിന്നെ ഷാഡോയിങ് ടെക്നിക്ക്. ഞാൻ മുമ്പ് പറഞ്ഞ പോലെ തന്നെ നമ്മൾ അത് മാക്സിമം ഇപ്പം നമുക്ക് എന്തെങ്കിലും ഫിലിംസ് ആണെങ്കിലും കാണാം. അപ്പം അതിനകത്താണെങ്കിലും നമുക്ക് പുതിയ ടെർമിനോളജി അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ നേറ്റീവ് ഇംഗ്ലീഷ് സ്പീക്കേഴ്സുമായിട്ട് വർത്തമാനം പറയുമ്പോഴാണെങ്കിലും അവർ ദ വേ ഓഫ് ടോക്കിംഗ് അവരുടെ ഇത് മനസ്സിലാക്കി, അല്ലെങ്കിൽ അവരുമായിട്ട് നമ്മൾ ടെക്സ്റ്റ് ചെയ്യുകയാണെങ്കിൽ ആ ഒരു വേ ഓഫ് ടെക്സ്റ്റിങ്, ആ വേർഡ്സൊക്കെ പുതിയ വേർഡ്സുകൾ നമ്മൾ എങ്ങനെ ഏത് സിറ്റുവേഷൻ യൂസ് ചെയ്യാമെന്ന് നോക്കി നമ്മളത് എഫോർട്ട് എടുത്ത് നമ്മളത് ബിൽഡപ്പ് ചെയ്യുക, ആ ഒരു സ്കില്ല്. അങ്ങനെയാണെങ്കിൽ നമുക്ക് സ്പീക്കിംഗ് സ്കിൽസ് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം ഇനി ഞാൻ ഒത്തിരി നീട്ടി വലിക്കുന്നില്ല. നിങ്ങൾക്ക് ഇത് എൻ്റെ ഈ പറഞ്ഞ ടിപ്സൊക്കെ എളുപ്പം ആകും, നിങ്ങളുടെ സ്പീക്കിംഗ് സ്കിൽസ് ഇമ്പ്രൂവ് ചെയ്യാൻ എളുപ്പമാക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം ഇതൊക്കെയാണ് എൻ്റെ ഇംഗ്ലീഷ് സ്പീക്കിംഗ് സ്കിൽസ് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് ഞാൻ അഡാപ്റ്റ് ചെയ്ത കുറച്ച് സ്ട്രാറ്റജി. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. ഓക്കെ, സോ താങ്ക് യു. ഇത്രയേ ഉള്ളൂ വീഡിയോ. അപ്പം നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. താങ്ക് യു സോ മച്ച്. താങ്ക്സ് ഫോർ വാച്ചിങ്. സോ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, എന്നെ സപ്പോർട്ട് ചെയ്യുക, പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. ഓക്കെ, താങ്ക് യു.